ഡീലുകൾ ഓരോന്നായി പുറത്ത്. ഇന്നത്തേത് ഇങ്ങനെ. മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയനും അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശനും തമ്മിൽ ഡീലുകൾ ആയിരുന്നുവെന്നാണ് പ്രധാനമായും ഉയരുന്ന ഒരു രാഷ്ട്രീയ ആരോപണം. തെരഞ്ഞെടുപ്പ് കാലത്തും അതിന് മുൻപ് തന്നെയും ഇത്തരമൊരു ആരോപണം ഉയർന്നിരുന്നു. വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കെ പിണറായി വിജയന് എതിരായിട്ടുള്ള വലിയ തോതിലെ സമരങ്ങളോ സമരപരിപാടികളോ ഒന്നും തന്നെ നടത്തിയിരുന്നില്ല എന്ന് മാത്രമല്ല, പിണറായി വിജയന് വളരെ സുരക്ഷിതമായ രീതിയിൽ ഭരണ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ തക്ക വിധമുള്ള പ്രതിപക്ഷ ഇടപെടലുകളാണ് വി.ഡി. സതീശന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്ന ആരോപണം വളരെ ശക്തമായിരുന്നു. അങ്ങനെ രാഷ്ട്രീയ എതിരാളികൾ CPM-നുള്ളിൽ തന്നെ ഉള്ളവരും കോൺഗ്രസിനുള്ളിൽ തന്നെ ഉള്ളവരുമാണ് ഇത്തരത്തിലുള്ള ഡീൽ ആരോപണം ഉന്നയിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി.ഡി. സതീശനും ഒരമ്മ പെറ്റ മക്കളെ പോലെയാണ് 5 വർഷം പെരുമാറിയത് എന്നായിരുന്നു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആരോപണം. തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും ഇത്തരത്തിലുള്ളൊരു ആരോപണം ഉയർന്നിരുന്നു. അതിന് തെളിവെന്ന നിലയിൽ ഇപ്പോൾ സ്ഥലം മാറ്റങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അറിയാം. ഒപ്പം തന്നെ മന്ത്രിമാരുടെയും MLA-മാരുടെയും പേഴ്സണൽ അസിസ്റ്റന്റുമാരെ നിയമിക്കുന്നതടക്കം പ്രകടമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഇന്ന് പ്രധാനമായും പുറത്തു വരുന്ന ഏതാനും ഡീലുകളെ കുറിച്ച് നമുക്ക് പരിശോധിക്കാം. സർക്കാരിന്റെ പൊതുജന സമ്പർക്ക മാധ്യമ പ്രചരണ വിഭാഗമാണല്ലോ പബ്ലിക് റിലേഷൻ വകുപ്പ് അഥവാ PRD എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത് ഈ ഒരു വകുപ്പാണ്. ആ വകുപ്പിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി വഴിവിട്ട് പ്രചരണ പരിപാടികൾക്ക് നേതൃത്വം നൽകിയ ഒരു ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി. എങ്ങോട്ടാണ്? സെക്രട്ടേറിയറ്റിനുള്ളിൽ തന്നെ. PRDയുടെ ഹെഡ് ഓഫീസ് എവിടെയാണ്? സെക്രട്ടേറിയറ്റിനകത്താണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ മുറിയിൽ നിന്ന് ഇപ്പുറത്തെ മുറിയിലേക്ക് ഒരു സ്ഥലം മാറ്റം. ഇതാണ് ഡീൽ. ഇത്തരത്തിലുള്ള ഇടപെടലുകളാണ് കൃത്യമായ ഡീൽ. മുഖ്യമന്ത്രിയായി സതീശൻ അധികാരത്തിലെത്തിയെങ്കിലും പഴയ ഡീലുകൾ തുടരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി രണ്ടാമത്, പിണറായി വിജയന്റെ മോഹൻലാലുമായിട്ടുള്ള ഇന്റർവ്യൂ നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ മുടക്കി മോഹൻലാലുമായിട്ട് നടത്തിയ ആ ഇന്റർവ്യൂ. മാത്രമല്ല, പിണറായി വിജയന് വേണ്ടി സംഗീത ആൽബം തയ്യാറാക്കിയത് നമുക്കറിയാം. പിണറായി വിജയന് വേണ്ടിയുള്ള ആ സംഗീത ആൽബവും മോഹൻലാലിന്റെ ഈ ഇന്റർവ്യൂവും സംഘടിപ്പിച്ച PRDയിലെ അഡീഷണൽ ഡയറക്ടർക്ക് എങ്ങോട്ടാണ് സ്ഥലം മാറ്റം കിട്ടിയത്? ടാഗോർ തിയേറ്ററിന്റെ ചുമതലയുള്ള, തിരുവനന്തപുരത്ത് തന്നെ ടാഗോർ തിയേറ്ററിന്റെ ചുമതലയുള്ള സാംസ്കാരിക വിഭാഗത്തിന്റെ ചുമതല നൽകിയിരിക്കുകയാണ് ഈ UDF സർക്കാർ. അവിടെ കൊണ്ടും തീർന്നില്ല. നവകേരള സദസ്, സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം, CM ക്വിസ് എന്നിവ നടത്തിയത് PRD ഡെപ്യൂട്ടി ഡയറക്ടറാണ്. അദ്ദേഹത്തെ സ്ഥലം മാറ്റി. എങ്ങോട്ട്? ആദ്യം പറഞ്ഞതുപോലെ തന്നെ PRDയുടെ സെക്രട്ടേറിയറ്റിലെ ഓഫീസിൽ നിന്ന് മറ്റൊരു കസേരയിലേക്ക്, ഈ മുറിയിൽ നിന്ന് അപ്പുറത്തെ മുറിയിലേക്ക്. അതാണ് ഡീൽ എന്ന് പറയുന്ന, നമുക്ക് വിശ്വസിക്കേണ്ടി വരുന്നു. ഇവർ തമ്മിൽ കൃത്യമായ ഡീലുണ്ട് എന്ന് ഈ CPM അനുകൂലമായിട്ടുള്ള, CPM-നെ അങ്ങേയറ്റം അനുകൂലിക്കുകയും എതിർ ശബ്ദങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്യുന്ന ഇത്തരം CPM സർവീസ് സംഘടനയുടെ തലപ്പത്തുള്ള സഖാക്കളെ ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്കാണ് സ്ഥലം മാറ്റുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. പ്രസ് റിലീസ്, വെബ് ആൻഡ് ന്യൂ മീഡിയ ഇൻഫർമേഷൻ ഓഫീസർമാരെയും ഭരണസിരാ കേന്ദ്രത്തിൽ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. അതായത് അവരെ സെക്രട്ടേറിയറ്റിൽ തന്നെ നിലനിർത്തിയിരിക്കുന്നു. എങ്ങോട്ടും സ്ഥലം മാറ്റാതെ, ദൂരസ്ഥലങ്ങളിലേക്ക് പോകാതെ ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്കാണ് സ്ഥലം മാറ്റം ഉണ്ടായിരിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത വിമർശനമായിരുന്നു UDF അനുകൂല സർവീസ് സംഘടനകൾ, പ്രത്യേകിച്ചും കോൺഗ്രസ് അനുകൂല സർവീസ് സംഘടനകൾ കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് അതിശക്തമായി ഈ ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷമായ രീതിയിൽ ആക്രമണം നടത്തിയിരുന്നു, രൂക്ഷമായ വാക്പോര് നടത്തിയിരുന്നു, രൂക്ഷമായ വിമർശനം ഉയർത്തിയിരുന്നു. ആ വിമർശനങ്ങൾ ഒന്നും വകവയ്ക്കാതെയാണ് ഇവരെ ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നത് എന്ന വിചിത്രമായിട്ടുള്ള ഒരു നടപടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വി.ഡി. സതീശൻ, പിണറായി വിജയൻ ഡീലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ് ഇനി പറഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, ഇങ്ങനെ അവിടെ സഖാക്കൾക്ക് ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് സ്ഥലമാറ്റം കിട്ടുന്നുണ്ട്, സഖാക്കൾക്ക് യാതൊരു കുഴപ്പവുമില്ല എന്നറിഞ്ഞപ്പോൾ തന്നെ PRDയിൽ നിന്ന് വിരമിച്ചു പോയ പഴയ ടീമൊക്കെ വീണ്ടും വന്നിരിക്കുന്നു. അതിലൊരാളാണ് PRDയിൽ നിന്ന് വിരമിച്ച ഉന്നത ഉദ്യോഗസ്ഥനും ഭിക്ഷാന്തേഹികളായി മുഖ്യമന്ത്രിയുടെ മന്ത്രിമാരുടെ ഓഫീസുകളിൽ കയറിയിറങ്ങുന്ന ഒരാൾ.
അതായത് മുൻ UDF സർക്കാരിൽ സോളാർ വിവാദത്തിൽ ഉൾപ്പെട്ട മുൻ അഡീഷണൽ ഡയറക്ടറാണ് ഇത്തരത്തിൽ തനിക്ക് ഇതിനിടയിൽ കൂടി എന്തെങ്കിലും ഒപ്പിച്ചെടുക്കാൻ കഴിയുമോ, എന്തെങ്കിലും ഒരു കസേര ഒപ്പിച്ചെടുക്കാൻ കഴിയുമോ, എന്തെങ്കിലും ഒരു ഉപദേശക സ്ഥാനമെങ്കിലും ഒപ്പിച്ചെടുക്കാൻ കഴിയുമോ എന്ന് പറഞ്ഞുകൊണ്ട് സെക്രട്ടേറിയറ്റിൽ ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ CPM അനുകൂല സംഘടനകളിൽപ്പെട്ട സഖാക്കളെ ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് സ്ഥലം മാറ്റുന്ന അതിവിചിത്രമായിട്ടുള്ള ഒരു നടപടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞതാണ്. N ശക്തൻ MLA-യുടെ PA ആയി നിയമിച്ചിരിക്കുന്നത് CPM യൂണിയനിൽപ്പെട്ട ഒരു സഖാവിനെയാണ്. മറ്റൊന്ന്, രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് മന്ത്രിയായിരുന്ന ഒരു CPM മന്ത്രിയായിരുന്ന ആ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ, അദ്ദേഹം മാധ്യമ ജോലി രാജിവെച്ചിട്ടാണ് ഈ സഖാവിനായിട്ടുള്ള മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായി മാറിയത്. അദ്ദേഹം ഇപ്പോൾ ഈ കാലാവധി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോയി മാധ്യമ പ്രവർത്തനം നടത്തുകയാണ്. ആ മാധ്യമ പ്രവർത്തനത്തിനിടയിൽ അദ്ദേഹം ചെയ്തതെന്താണ്? അദ്ദേഹത്തിൻ്റെ ഭാര്യ PRD-യിൽ ജോലി ചെയ്യുന്നു. ആ ഭാര്യയെ മുഖ്യമന്ത്രി VD സതീശൻ്റെ മാധ്യമ വിഭാഗത്തിൽ അംഗമായി ചേർക്കാനായി അവിടേക്ക് ഉന്തിത്തള്ളി വിടുന്നു. അവിടേക്ക് ഒരു കസേര ഒപ്പിച്ചെടുക്കാനുള്ള തത്രപ്പാടിലാണ് മാധ്യമ പ്രവർത്തനയിടയിലും അദ്ദേഹം ചെയ്യുന്ന പരിപാടി. അതൊരു പക്ഷേ വിജയം കണ്ടു എന്ന് വരാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, സതീശൻ്റെ നുണകൾ എന്ന പേരിൽ FB പേജ് ഉണ്ടാക്കിയ ഒരാളുണ്ട്. മാത്രമല്ല റെഡ് ബറ്റാലിയൻ എന്ന് പറയുന്ന പേരിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൻ്റെ അഡ്മിനായിട്ടുള്ള ഒരാളുണ്ട്. അദ്ദേഹം നേരത്തെ CPM അനുകൂല ചാനലിലെ പ്രധാനപ്പെട്ട ഒരു ചുമതല വഹിച്ചയാളാണ്. അദ്ദേഹം ഇപ്പോൾ സെക്രട്ടേറിയറ്റിലുണ്ട്. അദ്ദേഹത്തെ അവിടെ നിന്ന് എത്രയും വേഗം നടപടിയെടുത്ത് പുറത്താക്കുമെന്ന് സതീശൻ പലതവണ ആവർത്തിച്ചതാണ്. പക്ഷേ ഒന്നും നടക്കുന്നില്ല. എന്താണ് കാരണം? പത്തനംതിട്ടയിലുള്ള ഒരു MLA-യുടെ PA ആയി അദ്ദേഹം ഉടൻ നിയമിതനാകും. അതോടുകൂടി അദ്ദേഹത്തിനെതിരായിട്ടുള്ള സതീശൻ്റെ വാക്കുകൾ മാറും. അദ്ദേഹത്തിനെതിരെ യാതൊരു നടപടിയും ഉണ്ടാകാൻ പോകുന്നില്ല. മറ്റൊന്ന് ബിന്ദു മന്ത്രിയുടെ കാര്യമാണ്. ബിന്ദു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി വന്നിരിക്കുന്നത് BJP അനുകൂലിയായിട്ടുള്ള ശരത്ചന്ദ്രനാണ്. ഈ ശരത്ചന്ദ്രനെതിരെ കോൺഗ്രസ് സണ്ണി ജോസഫ്, അതായത് ഇപ്പോഴത്തെ KPCC അധ്യക്ഷനും മന്ത്രിയുമായിട്ടുള്ള സണ്ണി ജോസഫിന് പരാതി കൊടുത്തു. ഒപ്പം തന്നെ ബിന്ദു കൃഷ്ണയ്ക്ക് തന്നെ പരാതി കൊടുത്തു, കൊല്ലത്തെ പാവപ്പെട്ട കോൺഗ്രസ്സുകാർ. പക്ഷേ യാതൊരു നടപടിയില്ല. അങ്ങനെ സഖാക്കൾ അക്ഷരാർത്ഥത്തിൽ തന്നെ PRD-യിലെ ഉദ്യോഗസ്ഥർ അക്ഷരാർത്ഥത്തിൽ തന്നെ ഒരു തരത്തിലും അവിടെ നിന്ന് മാറുന്നില്ല. അതേ കസേരയിൽ തന്നെ ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് മാറുന്നതല്ലാതെ യാതൊരു തരത്തിലുള്ള നടപടികളും ഉണ്ടാകുന്നില്ല. ഇവർക്കെതിരെ കടുത്ത രീതിയിൽ UDF ആരോപണങ്ങൾ ഉന്നയിച്ച ഉദ്യോഗസ്ഥരാണെന്ന് ഓർക്കണം. അവരെ അവിടെ തന്നെ ഇരുത്തിയിരിക്കുക എന്നുള്ളതാണ് പിണറായി വിജയൻ സതീശൻ ഡീലിൻ്റെ ഏറ്റവും ഉദാഹരണമായി നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാം. കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ ഒരു പ്രധാനപ്പെട്ട UDF അനുകൂല സംഘടനാ നേതാവിനെ മാറ്റി നിർത്തിയിരുന്നു. എങ്ങും അടുപ്പിക്കാതെ ആ മിടുക്കനായ ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തിയിരുന്നു. അദ്ദേഹത്തെ തിരിച്ചെടുക്കാൻ പോലും, അദ്ദേഹത്തെ മുഖ്യധാരയിലേക്ക്, പ്രധാനപ്പെട്ട ധാരയിലേക്ക് കൊണ്ടുവരാൻ പോലും ഈ സതീശൻ മന്ത്രിസഭയിലെ ഒരാൾ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. അങ്ങനെ UDF അനുകൂല സംഘടനകളിലെ അംഗങ്ങളെ സ്ഥലം മാറ്റുകയും CPM അനുകൂല സംഘടനകളിലെപ്പെട്ടവരെ മന്ത്രിമാരുടെയും MLA-മാരുടെയും സ്റ്റാഫ് അംഗങ്ങളാക്കുകയും ചെയ്യുന്ന അതിവിചിത്രമായ ഒരു ഡീലിൻ്റെ കഥയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നാറ്റക്കേസാണ്. ഇത് അങ്ങേയറ്റത്തെ ഗുരുതരമായിട്ടുള്ള ഡീലിൻ്റെ ഉദാഹരണമാണ്. പിണറായി വിജയനും VD സതീശനും തമ്മിലുള്ള ഡീലിൻ്റെ ഉദാഹരണമാണ്. ഇവരെ സ്ഥലം മാറ്റാതെ, CPM-ന്റെ സംഘടനാ നേതാക്കളായിട്ടുള്ള ഈ സഖാക്കളെ സ്ഥലം മാറ്റാതെയും ഒപ്പം തന്നെ MLA-മാരുടെയും മന്ത്രിമാരുടെയും സ്റ്റാഫ് അംഗങ്ങളായി തിരികെ കയറ്റുകയും ചെയ്യുന്ന അതിവിചിത്രമായിട്ടുള്ള ഈ ഒരു പരിപാടി. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. i2i ന്യൂസ്, an eye for truth.